ഇന്നും വൈകിട്ട് നല്ല മഴയ്ക്കോടാ വന്ന് കയറിയത്. വന്നപ്പോഴേ വെള്ളം ചൂടാക്കാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു അത്താഴമാണ് ഇന്ന് നമുക്കുള്ളത്. അപ്പോൾ വെള്ളം ചൂടാകുന്ന സമയം കൊണ്ട് കുറച്ച് വൻപയർ കഴുകി വൃത്തിയാക്കി കുക്കറിൽ അങ്ങോട്ട് വേവാൻ വെക്കുന്നുണ്ട്. 3-4 പപ്പടവും കാച്ചി എടുക്കുന്നുണ്ട്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ നമ്മുടെ അത്താഴം എന്താണെന്നുള്ളത്. അതെ, അത് തന്നെയാണ്. കഞ്ഞിയും പയറും പപ്പടവും ഒക്കെയാണ് കേട്ടോ. ചൂടുവെള്ളത്തിലുള്ള കുളിയും ജപമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പയറൊക്കെ വെന്തിരിപ്പുണ്ടായിരുന്നു. കുറച്ച് വെള്ളം പറ്റാനുണ്ടായിരുന്നു. ലേശം ഉപ്പും കൂടി ചേർത്ത് അതൊക്കെ പറ്റിച്ചെടുത്തു. തോരന് വേണ്ടിയിട്ട് അരപ്പിന് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നു അതിനകത്ത് ചേർത്ത് ഇളക്കി റെഡിയാക്കി. ഇനിയും കടുകും കൂടെ താളിച്ചങ്ങോട്ട് ചേർക്കും. എന്നും അത്താഴത്തിന് ചോറും മീൻകറിയും സാമ്പാറും മോരുകറിയൊക്കെ അല്ലയോ, ഇടയ്ക്ക് ഇങ്ങനെയും കൂടിയൊക്കെ ആവാമല്ലേ. ഇതും ഒരു രസമാണ്. പിന്നെ പയറുതോരൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീല് ഞാൻ പറയാതെ മിക്കവർക്കും അറിയാം. അത് മലയാളികളുടെ ഒരു വികാരമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ കുക്കറിനകത്ത് കഞ്ഞിയൊക്കെ വെന്തു. മോനുകുട്ടന് കുഴിയൻ പാത്രത്തിൽ കഞ്ഞി മോരുകറിയൊക്കെ ഒഴിച്ച് കഴിക്കുന്നതാണ് ഏറെ ഇഷ്ടം കേട്ടോ. ഞാൻ ഇച്ചിരി കഞ്ഞിയും പയർ തോരനും നാരങ്ങ അച്ചാറും പപ്പടവും കൂടിയാണ് കഴിക്കുന്നത്. കഞ്ഞിയുടെയും പയറിൻ്റെയും കൂടെ കടുകുമാങ്ങയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. പക്ഷേ ഇന്നതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ നാരങ്ങയെ കൂട്ടുപിടിച്ചത്.